നിറപറ നമ്മളെല്ലായിടത്തും കണ്ടുവരുന്നത്, അതായത് എല്ലാ മലയാളികളുടെയും അടുക്കളയിൽ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് നിറപറ. നിറപറയുടെ ഡൗൺഫാൾ എവിടെയാണ് സംഭവിച്ചതെന്നാണ് ഈ വീഡിയോയുടെ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ് അവന്തിക. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇനി നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നിറപറയുടെ ബിഗിനിങ് എവിടെയാണെന്ന്. സോ 1976 കാലടിയിൽ KKR കർണൻ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു റൈസ് മില്ല് തുടങ്ങാൻ ഇടയുണ്ടായി. അപ്പോൾ കർണന് താൻ വിൽക്കുന്ന റൈസ് ഗുഡ് ക്വാളിറ്റിയോട് കൂടി വിൽക്കണമെന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള റൈസ് ബോയിലിങ്ങും ആയിട്ടുള്ള മെത്തേഡ്സ് ആയിരുന്നു KKR കർണൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ ആ ഒരു റൈസ് മില്ലിന് നിറപറ എന്ന് പേരിട്ടു. നിറപറയുടെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ നിറയെ നെല്ല്. ഈ നിറപറ എന്ന പേര് അദ്ദേഹം വെച്ച് കഴിഞ്ഞതിന് ശേഷം 2 കമ്പനീസ് ഈ നിറപറ എന്നുള്ള പേരിന് വേണ്ടിയിട്ട് അടിയുണ്ടാക്കി. ഒന്ന് KKR നിറപറയും മറ്റൊന്ന് റോളർ ഫ്ലോർ നിറപറ. ആ ഒരു വഴക്ക് ഏകദേശം 16 വർഷം നീണ്ടു നിന്നു. അവസാനം റോളർ ഫ്ലോർ നിറപറയ്ക്ക് ഗോതമ്പ് വിൽക്കാനുള്ള റൈറ്റ്സും KKR കർണന് മസാലയും റൈസും വിൽക്കാനുള്ള റൈറ്റ്സും കിട്ടി. അങ്ങനെ ഒരു ചെറിയ റൈസ് മില്ലിൽ നിന്നും നിറപറ ഒരു വലിയ കമ്പനിയായിട്ട് മാറി. അങ്ങനെ കാര്യങ്ങളെല്ലാം KKR കർണൻ്റെ കമ്പനിയായ നിറപറ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് KKR കർണൻ്റെ മകൻ ബിജു കർണൻ അവിടുത്തെ വൈസ് പ്രസിഡൻ്റായിട്ട് ജോലിയിൽ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ റൈസ് മാത്രം വിറ്റുകൊണ്ടിരുന്ന നിറപറ എന്ന കമ്പനിയിൽ ചില്ലി പൗഡർ, മസാല എന്നുള്ള കാര്യങ്ങളെല്ലാം വിൽക്കാൻ തുടങ്ങി. അങ്ങനെ 2000 ആയപ്പോൾ നിറപറ ഒരു വലിയ ബ്രാൻഡായിട്ട് മാറി. അതിനുശേഷം TV-യിലൊക്കെ മോഹൻലാൽ, കാവ്യ മാധവൻ അങ്ങനെ വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ ഈ ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. നിറപറ ഇന്ത്യയിൽ മാത്രമല്ല കൊടുത്തിരുന്നത് അഥവാ സെല് ചെയ്തിരുന്നത്. അവർ അത് ഓസ്ട്രേലിയ, അമേരിക്ക പോലുള്ള വിദേശ രാജ്യങ്ങളിലും അവരത് എക്സ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ 2015 സെപ്റ്റംബറിൽ ഇവരുടെ ഡൗൺഫാൾ വരാൻ തുടങ്ങി. കാരണം പ്യുവർലി മസാലയും ചില്ലി പൗഡറും വിറ്റ് പൊയ്ക്കൊണ്ടിരുന്ന അവരുടെ കമ്പനി ചില്ലി പൗഡറിൽ 15 to 17% വരെ സ്റ്റാർച്ച് കണ്ടെത്തി. ബട്ട് നിറപറ ക്ലെയിംസ് 100% പ്യൂരിറ്റി. നിറപറ ഡസ് മേക്ക് claims about the purity of its products in its marketing, but the phrasing is nuanced. On its official website, Nirabara states that its curry masala unit ensures 100% purity, which means 100% purity, by subjecting products to a 4-stage steam sterilization process to render them completely germ-free. This is a direct claim of 100% purity for certain products, specifically their spices and curry masalas. അവിടെയാണ് അവരുടെ ആദ്യത്തെ ഡൗൺഫാളിനുള്ള കാരണം ഇവർ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കി വന്ന ട്രസ്റ്റ് ഇതോടുകൂടി നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കെ അതേ തുടർന്ന് വേറൊരു കേസ് വരാൻ തുടങ്ങി. അതായത് ഇവരുടെ ചില്ലി പൗഡറിൽ ബ്രിക്ക് പൗഡർ ചേർക്കുന്നതായിട്ട് ഒരു റൂമേഴ്സ്. അന്നത്തെ ഫുഡ് സേഫ്റ്റി കമ്മീഷണറായ TV അനുപമയായിരുന്നു ഈ കാര്യം എക്സ്പോസ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ 30ഓളം വേറെ കേസുകളും ഇതേ തുടർന്ന് കണ്ടുപിടിക്കുകയുണ്ടായി. അങ്ങനെ അതേ തുടർന്ന് കുറേ കേസുകളും റൂമേഴ്സിനും ശേഷം TV അനുപമ എന്ന അന്നത്തെ ഫുഡ് സേഫ്റ്റി കമ്മീഷണറിനെ ട്രാൻസ്ഫർ ചെയ്ത് വിട്ടു. കമ്പനി പറഞ്ഞിരിക്കുന്നത് അവരുടെ ചില്ലി പൗഡറിൽ 100% പ്യൂരിറ്റിയാണ്. പക്ഷേ അതിൽ 13% മാത്രമേ ഉള്ളൂ പ്യൂരിറ്റി. ബാക്കിയെല്ലാം സ്റ്റാർച്ചാണ്. 15 to 17%. സ്റ്റാർച്ച് നമ്മുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ കമ്പനി 1 മാസത്തിനുള്ളിൽ ബാൻ ചെയ്തത് റിട്ടേൺ ചെയ്തു. The major downfall of Nirapara was largely due to its purely planned business diversification. Under its parent company, KKR Group, profits from Nirapara were used to fund multiple ventures. This stretched their finance and turned them into a poor-paying company, especially around 2015. As a result, many suppliers, including us, became hesitant to continue doing business with them. The diversion of funds caused
consistent negative working capital, which severely impacted their operations and stalled expansion. Meanwhile, other emerging brands capitalized on the opportunity and gained a strong foothold in the market. അങ്ങനെ ഒരുപാട് കേസുകളും റൂമേഴ്സും നേരിട്ട് നിറപറ 200 കോടിക്ക് വിപ്രോ എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ ഫുഡ് പാക്കേജിംഗ് സ്ട്രാറ്റജിക്ക് വേണ്ടി വാങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. സത്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നിറപറ ഓടുന്നുണ്ട്, പക്ഷേ വിപ്രോ എന്നുള്ള ബ്രാൻഡാണ് ഇവരെ ഓടിക്കുന്നത്. ഇതേപോലെ ഇനിയുമുള്ള സ്റ്റോറീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള കോണ്ടൻസുമായി ഞാൻ തിരികെ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അവന്തിക. സോ ബൈ.